വാപ്പയോടും ഉമ്മയോടും എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരോടും വാപ്പമാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന് ഭീഷണിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഏത് ലോകത്താ നമ്മളിപ്പോ ഉള്ളത് അറിയോ? സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കൊടുവാള് കൊണ്ട് വെട്ടിയിട്ട് നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി എന്ന് സുബൈദ എന്ന പെങ്ങളുടെ മുഖത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബ്രെയിൻ ട്യൂമർ വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് കഴുത്തിലേക്ക് കൊടുവാള് കൊണ്ട് ആഞ്ഞു വെട്ടിയിട്ട് മകൻ ആഷിഖ് പറഞ്ഞതാണ്. എന്താ പേര്? ആഷിഖ്. മിനിങ്ങാന്ന് ഞാൻ പ്രസംഗിച്ചത് ജാറത്തിങ്കൽ എന്ന് പറയുന്ന കാടാമ്പുഴയിലെ, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലെ ജാറത്തിങ്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നോടൊരു വിഷയം അവിടെ ഉണർത്താൻ പറഞ്ഞത് അതിന്റെ തൊട്ടടുത്താണ്. പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ഉമ്മമാർക്കും 2 കണ്ണ് പോരാ, ഇനി 1000 കണ്ണുണ്ടാകണം. പടച്ചവനാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മജ്‌ലിസിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്, 1000 കണ്ണുകളോടെ ജീവിക്കണം നമ്മൾ. അടുക്കളയിൽ ഉമ്മ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ ഓടി വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നു ഉമ്മയെ. ആ ഉമ്മ വീഴുന്നില്ല. വീണ്ടും ഉമ്മയുടെ നെഞ്ചത്ത് കുത്തുന്നു. ഉമ്മ പെടഞ്ഞു വീഴുന്നു. മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ അടുക്കളയിൽ ഇരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് ഉമ്മയുടെ തലക്കടിച്ചിട്ട് ആ മകൻ കൊന്നുകളഞ്ഞു. എവിടെ? മലപ്പുറം ജില്ലയിൽ. പേര് ഞാൻ മറന്നുപോയി, പക്ഷേ മുസ്ലിമാണ്. എന്നിട്ട് വാപ്പയോട് പറഞ്ഞുവത്രേ, അതെനിക്ക് ഉറപ്പുള്ള കാര്യമല്ല, ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? വാപ്പയോട് ചെന്നിട്ട് മകൻ പറഞ്ഞു എന്ന്, ഞാൻ ശൈത്താനെ കൊന്നിട്ടാ വന്നതെന്ന്. ഏതാ ശൈത്താൻ? ഉമ്മ. ഇതൊക്കെ മെനിങ്ങാന്ന് 5 ദിവസം, ഒരാഴ്ച, 1 മാസം മുമ്പ് നടന്നതല്ലേ? എന്റെ നാട്ടില് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാട്ടിൽ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് 6 പേരെ ഒരുത്തം കൊന്നു. പേര് അഫ്ഫാൻ. 6 പേരെ. ആരായി 6 പേര്? അവനോടൊപ്പം ശത്രുതയിൽ കഴിഞ്ഞ 6 പേരാണോ? 1 അവന്റെ അനുജൻ, 2 അവന്റെ അനുജത്തി, 3 അവന്റെ ഉമ്മ, 4 അവന്റെ വാപ്പുമ്മ, 5 അവന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ഭാര്യ, ഒരു ഭർത്താവ്. 6 പേരെ അറുത്തു കൊന്നുകളഞ്ഞത് ഇന്നത്തെ വാർത്തയാണ്. ഒരു 1.5 മണിക്കൂർ മുമ്പ് നടന്ന വാർത്തയാണ്. അതും ഞാൻ താമസിക്കുന്നിടത്തും 1 കിലോമീറ്റർ അപ്പുറത്ത്. അതും കൊന്നത് മുസ്ലിമാണ്. വയലിന് വല്ല കുറവുണ്ടോ? എത്ര ദിവസത്തെ വയല? 4 ദിവസം. ആരൊക്കെയാ? നെടുനീളത്തിനാണ് വിശേഷണങ്ങൾ. ഗർജിക്കുന്ന സിംഹം, പുലിക്കുട്ടി, കടുവക്കുട്ടി, ആനക്കുട്ടി, മുതലക്കുട്ടി, ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്ന ഉസ്താദുമാര്. വല്ല കുറവുണ്ടോ? മദ്രസയ്ക്ക് വല്ല കുറവുണ്ടോ? യതീംഖാനയ്ക്ക് കുറവുണ്ടോ? ദീനീ സ്ഥാപനങ്ങൾക്ക് കുറവുണ്ടോ? പിരിവുകൾക്ക് കുറവുണ്ടോ? ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ? വാപ്പയും ഉമ്മയും തന്റെ മക്കള് രാത്രി 9 മണി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? സുബൈദമാരായി നിങ്ങൾക്ക് മാറണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം. അടക്ക മരമായ വെക്കാൻ പറ്റൂല, കരുതിയിരുന്നോ? അടക്കയാണെങ്കിൽ ഈ പറയുന്ന മടിയിൽ നമുക്ക് തിരികെ വെക്കാം. അടക്ക മരമായ വെക്കാൻ പറ്റൂല. എന്റെ മകൻ അങ്ങനല്ല, എന്റെ മകൾ ഇങ്ങനല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലേ ആഷിഖിന്റെ ഉമ്മ സുബൈദ പറഞ്ഞത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് 1.5 വയസ്സുണ്ടായിരുന്ന ആഷിഖ് എന്ന പ്രിയപ്പെട്ട മകനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചവളല്ലേ സുബൈദ. എന്നിട്ട് വീടുകൾ കയറിയിറങ്ങിയിട്ട് പാത്രം കഴുകിയും മുറ്റമടിച്ചും തുണിയലക്കി കൊടുത്തും കിട്ടിയ പൈസ കൊണ്ട് തന്റെ മകൻ ആഷിഖ് കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കാൻ വേണ്ടി 5 പവന്റെ സ്വർണം മാച്ചു വെച്ച് കാത്തിരുന്ന ഉമ്മയല്ലേ സുബൈദ. ഈ പെടാ പാടുപെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ
ആ പ്രിയപ്പെട്ട സഹോദരിക്ക് മാരകമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ആ മാതാവ് ഒരാളും ചോദിക്കാനില്ലാത്തതിന്റെ പേരില് അനുജത്തിയുടെ വീട്ടിൽ സർജറി കഴിഞ്ഞിട്ട് തലയിൽ സ്റ്റിച്ചിട്ടുകൊണ്ട് കിടക്കുന്ന വിശ്രമിക്കുന്ന ഉമ്മയുടെ മുമ്പിൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് കൊടുവാള് വാങ്ങി തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞിട്ട് വന്ന് ആ ഉമ്മയുടെ കഴുത്തിൽ ആഞ്ഞാഞ്ഞ് വെട്ടുമ്പോഴും അവൻ എന്തേ ബോധമില്ലാതെ പോയത്? അവൻ കഞ്ചാവിനും MDMA-ക്കും ഇരയായി എന്നതിന്റെ പേരിലല്ലേ? ഈ പറയുന്ന എന്നെ ഒരാൾ ഇപ്പൊ ഓടി വന്ന് വെട്ടി നുറുക്കിയാൽ അവനെന്ത് നവാസ് മന്നാനി, അവനെന്ത് ഇസ്ലാമിക പ്രഭാഷകൻ, അവനെന്ത് മജ്ലിസുൽ ഇൽമ്? ബോധമില്ലല്ലോ ഇവനൊന്നും. 3 ദിവസം 4 ദിവസം ദുനിയാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവൂലെന്നാ പറയുന്നത് കഞ്ചാവും MDMA ഉപയോഗിച്ചാൽ. ആരാ ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണോ? ഈ ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിലല്ലേ ഏറ്റവും കൂടുതൽ കഞ്ചാവും ലഹരിയും ഉള്ളത്? അതും ആണുങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ, നിങ്ങളെ പറഞ്ഞാ ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സമുദായത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അയാളുടെ ബാധ്യത എന്ന നിലയിൽ പ്രസംഗിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. ബഹിഷ്കരിക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ മുസ്ലിം പെണ്ണുങ്ങൾ പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാട് നീളെ വർഗീയത പരത്തിയവരെ 1/2 മിനിറ്റ് അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ നിയമമില്ലാതിരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പലർക്കും കണ്ണുനീര് വരുന്നത്. ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാറിയാടോ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നേ പറയാനുള്ളൂ. ഈ സന്ദർഭത്തില് മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കാണാൻ മുസ്ലിം ഭർത്താക്കന്മാരുണ്ട്, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മഹല്ല് ഭാരവാഹികളുണ്ട്, ഇല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട് മുസ്ലിം പെണ്ണിന് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അല്ലാതെ വിളിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് പറക്കാത്ത കുഞ്ഞിന്റെ തന്തയാകാൻ ഒരുത്തന് ശ്രമിക്കണ്ട എന്നാ പറയാനുള്ളത്. ഇന്നിപ്പോ അങ്ങനെയാണ് ഓരോ ചാനലുകളിലും. എന്താ മുസ്ലിം പെണ്ണിനോട് ഇത്ര സ്നേഹം അവർക്ക്? നിങ്ങൾക്ക് ഈ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മുസ്ലിം പെണ്ണ് പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞവനെ ഇതുവരെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അപ്പൊ കുതിര ഓടും പോലെ കേരളത്തിലൂടെ ഓടുകല്ലേ? ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ അവനെ? ഒരു ഭ്രാന്ത് പിടിച്ചവനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിം പെണ്ണ് അവൾ അച്ചടക്ക ബോധമുള്ളവളാകണം, അവൾ മര്യാദയുള്ളവളാകണം എന്ന് പ്രസംഗിച്ചു പോയാൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിച്ചിട്ട് ആ പണ്ഡിതന്മാര് ഇന്ന് ചന്ദ്രനിലേക്ക് വിടാൻ വേണ്ടി നിൽക്കുകയാണ് കുറെ സോഷ്യൽ മീഡിയയിലെ തമ്പുരാട്ടിമാര്. ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ പൊന്നുപെങ്ങളെ മര്യാദയ്ക്ക് ശരീരം മുഴുവനും മറച്ച് തുറന്നു കാണിക്കേണ്ട നിന്റെ കെട്ടിയോന്റെ മുമ്പിൽ മാത്രം കാണിക്കണം. നിന്റെ മക്കള് പ്രായപൂർത്തിയെത്തിയ മക്കള് നിന്റെ ബെഡ്റൂമിൽ അനുവാദമില്ലാതെ 3 സമയങ്ങളിൽ കടന്നു വരാതെ നീ സംരക്ഷിക്കണമെന്ന് ഖുർആനിന്റെ ആയത്തോതി പ്രസംഗിക്കുമ്പോൾ അത് പാരതന്ത്ര്യമാണെന്ന് പറയുകയും സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു പെണ്ണ് ശരീരം മറയ്ക്കാത്ത വസ്ത്രമിട്ടുകൊണ്ടേ ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുകയും ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കണമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയുകയും, എന്നാൽ ആ മാനേജർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും MD-ക്കോ ചായ കൊണ്ട് കൊടുക്കുന്നത് സ്വാതന്ത്ര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന തലതിരിഞ്ഞ സംവിധാനങ്ങളിലൂടെ മുസ്ലിം പെണ്ണിനെ വലിച്ചടയ്ക്കുമ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, പടച്ചവനെ സാക്ഷിയാക്കി ഈ ഡേറ്റും ഈ ദിവസവും ഈ സമയവും എന്റെ പേരും എഴുതി നിങ്ങൾ വെച്ചോ. നാളെ ഒരു സമയം വരാനുണ്ട് മുസ്ലിം പെണ്ണേ, ആ സമയം നിങ്ങൾക്ക് ഒരാളും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവൂല. നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന മുതല കണ്ണീര് പൊഴിക്കുന്ന ഇവിടത്തെ ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ, അവരൊന്നും ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. നിങ്ങളെ വീണ്ടും വീണ്ടും ചങ്ങലയിലേക്ക് ബന്ധിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, മുസ്ലിം പെണ്ണ് ഒതുങ്ങണം, ഒതുങ്ങിയേ പറ്റൂ. നിർബന്ധമല്ല, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്.
രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഒരു കുറ്റിയടിച്ച് കെട്ടിയിടാൻ നിങ്ങൾ എരുമയോ പശുവോ അല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നാളെ ശിക്ഷിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരു മനുഷ്യനോട് അല്ലാഹു പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണമെന്നാണ്. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ എന്ന് കരുതിയിട്ട് നാഴികയ്ക്ക് 40 വട്ടം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ കുരു പൊട്ടുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ കുരു പൊട്ടി ഒലിക്കാമെന്നതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മെയ്യനങ്ങി മേലനങ്ങി പണിയെടുത്ത് മക്കൾക്ക് വല്ലതും കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതന്മാരുടെ ക്ലിപ്പിന്റെ ഏതെങ്കിലും ശകലം വെട്ടിയെടുത്ത് അതിങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് നാണക്കേട്ട് ഇതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇസ്ലാം മത പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങളെ ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പ്രബോധകന്മാരുടെ പ്രബോധനം വെടിവെച്ചു കൊല്ലുന്നതുവരെ, അല്ലെങ്കിൽ ബോംബ് വെച്ച് കൊല്ലുന്നത് വരെ, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു കൊല്ലുന്നത് വരെ, അവരെ ചുട്ടരിക്കുന്നത് വരെ, മരിച്ചു കിടന്നാലും അല്പമെങ്കിലും ആയുസ് ബാക്കിയുണ്ടെങ്കിൽ അവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ധർമ്മമാണത്, അവരുടെ ധർമ്മമാണ്. ഒരു മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സഹോദരിമാരെ ഗൗരവത്തോടെ 9 മണി കഴിഞ്ഞാൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാ, ഒരു മക്കളെയും പുറത്തു വിടരുത്, ഒരു മക്കളെയും പുറത്തു വിടരുത്. 9 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മകനും മകളും വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കണം. സഹോദരിമാരെ, നിങ്ങൾ ക്യാമ്പസുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളാണ്. ആ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ കുഞ്ഞനുജത്തിമാരാ നിങ്ങളൊക്കെ നല്ല മക്കളാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും പലരുടെയും കച്ചവടത്തിന്റെ ഇരകളും ബ്രോക്കർമാരുമാകാറുണ്ട്. കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിക്കുന്ന, അതിന്റെ ക്രയവിക്രയം ചെയ്യുന്നവരായി നിങ്ങൾ മാറാറുണ്ട്. നിങ്ങൾ അതില് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പൊന്നുമോളെ, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അതിൽ അടച്ചിടപ്പെട്ടവരായി പോകും. അവസാനം നിങ്ങളുടെ ഗതി ആത്മഹത്യയല്ലാതെ മറ്റൊന്നുണ്ടാവൂല. നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന വാപ്പയും ഉമ്മയുമില്ലേ, നിങ്ങളെ പ്രിയപ്പെട്ട അനുജനും അനുജത്തിമാരുമില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഈ വലയത്തിലൊന്നും പോയി വീടരുത്. പഠിക്കാൻ മക്കളെ വിടാൻ പറ്റാത്തൊരു കാലം, ഒരു കാരണവശാലും നമ്മുടെ മക്കളെ പുറത്തു വിടാൻ പറ്റാത്ത കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് 1000 കഴുകന്റെ കണ്ണുകളെ പോലെ നോക്കി നിങ്ങൾ നടക്കണം. നിങ്ങളുടെ മക്കളെ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീര് കണ്ടിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. എന്ത് സംഭവിച്ചാലും വീട്ടിൽ വിവരം കൊടുക്കണം, അധ്യാപകരോട് വിവരം കൊടുക്കണം. ആ വിവരം അനുസരിച്ച് അവർ നേരത്തെ തന്നെ കൈകാര്യം ചെയ്ത് ഇതിനൊരു പരിഹാരം കാണും. അതല്ല മുറുകി 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 അവസാനം നിങ്ങൾക്ക് ആ മുറുക്കങ്ങോട്ട് വല്ലാതെ ഇറുകിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയൂല. നാളെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ ഇന്നത്തെ പ്രസംഗമൊക്കെ ഒന്ന് ആലോചിക്ക്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ ചോരയാണ്. ആ മക്കളെ 9 മണി കഴിഞ്ഞാൽ പുറത്തു വിടരുത്, ഒരു കാരണവശാലും പുറത്തു വിടരുത്. വാപ്പ വന്നിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോനെ എന്തോ ശകാരിക്കുമ്പോ പറഞ്ഞ വാക്കെന്താ? അതും മുസ്ലിമാണ്. എടോ, താൻ തന്താണെന്നൊന്നും ഞാൻ നോക്കൂല. ഇതൊക്കെ നമ്മൾ കാണുകയല്ലേ. താൻ തന്തയാണെന്നൊന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് ആ വളഞ്ഞിട്ട് ആക്രമിക്കുക. ആദ്യം ചവിട്ടിയത് ആ മകനാ. പിച്ച വെക്കാൻ പഠിപ്പിച്ച വാപ്പ, നടക്കാൻ പഠിപ്പിച്ച വാപ്പ, കഴിക്കാനും കുടിക്കാനും പഠിപ്പിച്ച വാപ്പ, പല്ല് തേച്ചു കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ് ഇടിയിപ്പിച്ച് മദ്രസയിലും സ്കൂളിലും കൊണ്ടുവന്നാക്കിയ വാപ്പ, എന്ത് വേണമെന്ന് പറഞ്ഞിട്ടും നിർബന്ധം പിടിച്ചപ്പോ അതൊക്കെ വാങ്ങിത്തന്ന വാപ്പ, അവസാനം വളർന്ന് കഞ്ചാവിനിരയായി മാറിയപ്പോ ആ വാപ്പയെ ചവിട്ടി മതിക്കുന്ന മക്കൾ. ഞാൻ സങ്കടപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. ഇവരെയൊക്കെ പിടിച്ചകത്തിടാൻ ഇവിടെ നിയമമൊന്നും ഇല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഇത് നിയമമൊന്നും ഇല്ല ഈ രാജ്യത്ത്. ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പിടിച്ചകത്തിട്ട് പുറം ലോകം കാണിക്കാതിരിക്കാൻ. ഇവനെയൊക്കെ അകത്ത് പിടിച്ചാൽ അവനെയൊക്കെ ഇറക്കാൻ വക്കീലുമാര്, അവനെയൊക്കെ ഇറക്കാൻ കുറെ രാഷ്ട്രീയക്കാര്, അവനെയൊക്കെ ഇറക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ നടക്കാൻ. വീണ്ടും ഇവിടെ ക്രിമിനലിസം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചിലരുടെ ആഗ്രഹവും. കാരണം എന്താ? ഒരുത്തനും നന്നാവരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ ഇത്രയും വികാരത്തോടുകൂടി അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളി നിങ്ങളുടെ മക്കളെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പേടിയാ സഹോദരങ്ങളെ, പേടിയാണ്. അതുകൊണ്ട് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടാമതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന, ജനങ്ങൾ വെറുക്കുന്ന രണ്ടാമത്തെ കാര്യം രോഗമാണ്. അള്ളാഹു ഒരു രോഗം എനിക്ക് തന്നാൽ, ഏത് ചെറിയ രോഗം വന്നാലും അള്ളാഹു തആല തരുന്ന രോഗം കൊണ്ട് എനിക്ക് കിട്ടുന്ന ബോണസ് എന്റെ പാപങ്ങൾ പൊറുക്കല്ലേ, എന്റെ പാപങ്ങൾ പുറത്തു കളയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൃതാർത്ഥനാണ്, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ സയ്യിദുനാ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, സഹോദരങ്ങളെ, മഹാനായ അബുൽ അസ്അസ് റളിയല്ലാഹു അൻഹുവും മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവും മഹാനായ ആ രണ്ട് സഹാബാക്കളും ഒരാളെ രോഗ സന്ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അയാളുടെ അടുക്കലേക്ക് ചെന്നിരിക്കുമ്പോൾ എന്താ രോഗം വിവരത്തെ പറ്റിയിട്ട് ശദ്ദാദ് ബിൻ ഔസ് തങ്ങൾ ചോദിക്കുകയാ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, അസ്ബഹതു ബിനിഅമത്തില്ലാഹി വഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തോടെ അവന്റെ അനുഗ്രഹത്തോടെ ഞാൻ എഴുന്നേറ്റ് പ്രഭാതത്തിലായതാണ്. എനിക്ക് വല്ലാത്ത രോഗമാണെന്ന് അയാൾ പരിഭവം പറഞ്ഞപ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ രോഗമുള്ളവരുണ്ടെങ്കിൽ, എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു നമ്മുടെ രോഗികൾക്ക് രോഗം ശിഫ നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഉമ്മയ്ക്ക് രോഗമാണ്. അള്ളാഹുവേ പടച്ചവനെ നീ ശിഫ നൽകണേ അല്ലാ. ബാവ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മ പടച്ചവനെ രോഗിയാണ്, നീ ശിഫ നൽകണേ അല്ലാ. നമ്മളിൽ എത്രയോ രോഗികളുണ്ട്. ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു സഹോദരനെ കണ്ടു. ഇവിടത്തെ ഒരു പല്ലാരി മംഗലത്തെ ഒരു കൂട്ടം ആളുകൾ, പ്രവാസികൾ, അവര് ഒരു റമളാൻ കിറ്റ് കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ പറഞ്ഞപ്പോ ഒരു രോഗിയെ ഞാൻ കണ്ടു. അള്ളാഹു ശിഫ നൽകട്ടെ. രോഗം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് അള്ളാഹു രോഗം തന്നാൽ ആ രോഗത്തിലൂടെ പടച്ചവൻ തീരുമാനിക്കുന്നത് അള്ളാഹു നിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയലാണ്. നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയലാണ് പടച്ചവൻ ഉദ്ദേശിക്കുന്നത്. ശദ്ദാദ് ബിൻ ഔസ് തങ്ങള് ആ മനുഷ്യനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് അസുഖമെന്ന് ചോദിക്കുമ്പോ, അസ്ബഹതു ബിനിഅമത്തില്ലാഹി വഫളിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തോടെ പടച്ചവന്റെ നിഅമത്തോടെ ഞാനിതാ രോഗത്തിലാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പോ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു പറഞ്ഞു, നബി തങ്ങളെ പറയുകയാണ്, അല്ലാഹു പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, ഇത് ബുതലൈതു അബ്ദൻ മുഅ്മിനാ, എന്റെ ഒരു മുഅ്മിനായ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, രോഗം കൊടുത്താൽ, ഫഹമിദനി വസബറാ, അവൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ക്ഷമയോടെ അതിനെ നേരിട്ടാൽ, എത്ര വലിയ രോഗമായാൽ, ക്യാൻസർ ആയാലും, ട്യൂമർ ആയാലും, പ്രഷർ ആയാലും, സോറിയാസിസ് ആയാലും, വെള്ളപ്പാണ്ടായാലും, കുട്ടരോഗമായാലും, ഏത് രോഗമായാലും ഒരു മനുഷ്യൻ അല്ലാഹു പരീക്ഷണം കൊടുത്താൽ, ആ പരീക്ഷണങ്ങൾ ലഭിക്കുമ്പോൾ, ആ പരീക്ഷണം നേരിടുമ്പോൾ അതിനെ ക്ഷമയോടെ നേരിട്ട്, അല്ലാഹുവേ നീ എനിക്ക് തന്നത് നീയല്ലേ, രോഗം മാറ്റാൻ കഴിവുള്ളവന്, ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഫഇന്നഹു യഖൂമു മിൻ മൽജഇഹി, അവൻ ആ രോഗത്തിന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ, കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്തോടെ പുറത്തു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾക്കൊരു അസുഖം വന്ന് കിടപ്പിലായി, അയാള്, എനിക്ക് മാത്രം എന്താ അങ്ങനെ അസുഖം, എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ അസുഖം, വേറെ ആർക്കും അസുഖം കൊടുക്കുന്നില്ല എന്നൊന്നും പറയാതെ, എനിക്ക് നീ അസുഖം തന്നു, നീ മാറ്റിത്തരാൻ കഴിവുള്ളവനാണ്, ഞാൻ ക്ഷമിക്കുകയാണ് എന്നൊരു ഉറച്ച തീരുമാനത്തോടെ അള്ളാഹുവിന് തന്ന പരീക്ഷണത്തെ നീ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാൽ, നീ ആ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. അങ്ങനെ വരുമ്പോ നീ വരുന്നത്, കയ്യൗമി വലദതുഹു ഉമ്മുഹു,
നിന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വത്തോടു കൂടിയാണ്. കാരണം എന്താണ്? അള്ളാഹു നിനക്ക് തന്ന രോഗം കാരണം നിന്റെ എല്ലാ പാപങ്ങളും. ഹദീസിൽ കാണാം, ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകും പോലെ നിന്റെ പാപം അള്ളാഹു താല കൊഴിച്ചു കളയുമെന്നാണ്. അള്ളാഹു നമ്മുടെ രോഗികളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണങ്ങൾ, രോഗങ്ങൾ തന്നാൽ ആ രോഗങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അതാണ് അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്. അൽഹമ്മാ ഉമ്മു സായിബ് റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടക്കുമ്പോ അള്ളാന്റെ റസൂല് ചെന്ന് ചോദിച്ചു ഉമ്മു സായിബിനോട്, എങ്ങനെ എന്റെ രോഗം കുറവുണ്ടോ എന്ന് ചോദിക്കുകയാ. ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൽഹമ്മാ ലാ ബറക്കല്ലാഹു ഫീഹാ, അല്ലാഹ് ബറക്കത്ത് കൊടുക്കാത്ത ഒന്നാണ് നബിയേ പനി എന്നത്. എനിക്ക് വല്ലാത്ത പനിയാണ്, അല്ലാഹ് ബറക്കത്ത് കൊടുക്കാത്ത സംഗതിയാണ്. ആ സമയത്ത് റസൂലുള്ളാഹ് പറയുന്നു, ലാ തസുബ്ബിൽ ഹുമ്മാ, നിങ്ങൾ പനിയെ ചീത്ത വിളിക്കല്ലേ ഉമ്മ. ഫഇന്നഹാ തുദ്ഹിബു ഖതായാ ബനി ആദമ കമാ യുദ്ഹിബുൽ കീറു ഖബ്സൽ ഹദീദ്. ഇരുമ്പിൽ പിടിച്ചിരിക്കുന്ന തുരുമ്പ് എങ്ങനെയാണോ ഉലയിൽ വെക്കുമ്പോൾ എങ്ങനെയാണോ ആ തുരുമ്പ് ഇളകിപ്പോകുന്നത്, അതുപോലെ ഒരു മനുഷ്യന്റെ പാപം കൊഴിഞ്ഞു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഇപ്പൊ അള്ളാഹ് ആരോഗ്യം തന്നില്ലേ? ഞാൻ ഈ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബക്കറ്റ് വിടാം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ബക്കറ്റ് വിടാം. ഞാൻ പറഞ്ഞല്ലോ 11 മണിക്ക് ഞാൻ പ്രസംഗം നിർത്തും, 11:10. ഇനി ആകെ എനിക്ക് അവശേഷിക്കുന്നത് 20 മിനിറ്റാണ്. നിങ്ങൾ കേട്ടേ പറ്റൂ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടമാണ് രോഗത്തിന്റെ സമയം എന്ന് പറയുന്നത്. രോഗമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും അസുഖം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല, എനിക്കൊരു അസുഖം ഇല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഒരു അസുഖം. അതൊരു അസുഖമാണ്. എനിക്ക് ഇന്ന് വരെ ഒരു അസുഖം ഇല്ല, അത് തന്നെയാണ് അസുഖം. അസുഖം ഇല്ലാത്ത ആരാ പ്രിയപ്പെട്ടവരെ? ഇപ്പൊ ആരോഗ്യത്തോടെ കഴിയുന്ന ആളുകളുണ്ടല്ലോ, ക്യാൻസർ രോഗികളെ കാണുമ്പോ ഞാനിപ്പോ ബഹുമാനപ്പെട്ട ബാവാക്കടെ ഉമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം? എന്റെ ഉമ്മയുടെ തല ഓപ്പൺ സർജറി നടത്തി തലയോട്ടി തുറന്നു വെച്ചിട്ട് അനോറിസം എന്ന് പറയുന്ന ആ കുമിള പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം വന്നപ്പോ ഓപ്പൺ സർജറി ചെയ്തു, അതിനെ ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്യാൻസർ ബാധിച്ചിട്ട് വലത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു കുറച്ചു നാൾ കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞിട്ട് വലത്തെ കാലിന്റെ ഈ മുട്ടുമാറ്റി വെച്ചു. വലിയ സർജറിയാണ്. അത് കഴിഞ്ഞൊരാശ്വാസമായിരിക്കുമ്പോ ഒന്ന് വീണു. പ്രിയപ്പെട്ട ഉമ്മ 4 കമ്പിയിട്ട് ഇപ്പൊ ഇടത് കാലിന് മുഴുവനും സർജറി നടത്തി വീട്ടിൽ കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ്. അതുവഴി എന്താ ബോണസ്, എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ അങ്ങ് പുറത്തു വരും. അത്ര തന്നെ. ബെഡിൽ നിന്ന് എണീച്ച് ഡിസ്ചാർജ് ആക്കി വരുമ്പോ ഒരു ബില്ല് തരും. ആ ബില്ലടച്ച് നമ്മൾ വെളിയിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാ രോഗം മാത്രമല്ല മാറുന്നത്, പാപങ്ങളും മാറി എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര രോഗികളാ, ക്യാൻസർ പിടിച്ച രോഗികളെ നമ്മൾ കണ്ടിട്ടില്ലേ? ട്യൂമർ ബാധിച്ച രോഗികളെ കണ്ടിട്ടില്ലേ? കരള് മാറ്റി വെക്കണം, കിഡ്നി മാറ്റി വെക്കണം, ഇതൊക്കെ പോട്ടെ, മജ്ജ മാറ്റി വെക്കണം. ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. ഇത് എഴുതി പഠിച്ചോളണം. ഈ ദുആ എല്ലാവരും എഴുതി പഠിച്ചോ. ഏതെങ്കിലും രോഗിയെ കാണുമ്പോൾ പറയണം അൽഹംദുലില്ലാ അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖഹു തഫ്ദീല. അല്ലാഹുവേ, നീ സൃഷ്ടിച്ച സൃഷ്ടികളിൽ എനിക്ക് നീ ആഫിയത്ത് തന്നല്ലോ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ എന്ന് പറഞ്ഞാൽ ആ അസുഖം നിനക്ക് വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ക്യാൻസർ ബാധിച്ച ഒരാളെ കണ്ടു, അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്യാൻസറാണ്. അദ്ദേഹം കേൾക്കരുത്, സങ്കടം തോന്നിപ്പോകും. പക്ഷേ നമ്മൾ പറയണം അൽഹംദുലില്ലാ അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഇത് പറഞ്ഞാൽ ആ ക്യാൻസർ നിനക്ക് വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഈ ക്യാൻസർ പിടിച്ച രോഗിയും ഈ ക്യാൻസർ വരാത്ത രോഗിയും
അല്ല ക്യാൻസർ വരാത്ത മനുഷ്യനും നാളെ പരലോകത്തും മരിച്ചു വരുമല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ ആഫിയത്തോടെ കഴിഞ്ഞ ആളുകൾ ആഗ്രഹിച്ചു പോകൂ. ഹീന യുഅ്താ അഹ്ലുൽ ബലാഇ സവാബ്, ഇവിടെ മാരകമായ രോഗം പിടിപെട്ട ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോൾ അവരാഗ്രഹിച്ചു പോകും, ലൗ അന്ന ജുലൂദഹു ഖാനത് ഖുരിലതു ഫി ദുനിയാ ബിൽ മഖാരിലി, പടച്ചവനേ ദുനിയാവിൽ എന്റെ ശരീരം മുഴുവനും ഓരോ പീസ് പീസാക്കപ്പെട്ടിരുന്നെങ്കിൽ അല്ലാ, ദുനിയാവിലും മാരകമായ രോഗം പിടിപെട്ടിട്ട് എന്റെ ശരീരഭാഗം മുഴുവനും പീസ് പീസാക്കപ്പെട്ടിരുന്നെങ്കിൽ തമ്പുരാനെ എന്ന് കൊതിച്ചു പോകും. എന്തുകൊണ്ടെന്നറിയോ? ഇവിടെ ക്യാൻസർ പിടിച്ചവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് നാളെ പരലോകത്ത് കാണുമ്പോൾ, ഇവിടെ ട്യൂമർ ബാധിച്ചവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് പരലോകത്ത് ആരോഗ്യത്തോടെ ജീവിച്ചവരെ നേരിടുമ്പോൾ അവരാഗ്രഹിച്ചു പോകും, അല്ലാഹുവേ ഈ ദുനിയാവിൽ തമ്പുരാനെ എന്റെ ജീവിതത്തിലെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ, എത്ര നന്നായിരുന്നു പടച്ചവനെ എന്ന് ഓരോരുത്തരും കൊതിച്ചു പോകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ പ്രതിഫലമാണ് നാളെ പരലോകത്ത് അല്ലാഹു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സഹാബത്തിനോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, മൽഹമ്മ യാ റസൂലല്ലാഹ്, എന്താ ഈ പനി എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഏ സഹോദരാ, നീ ഇവിടെ നിന്ന് എഴുന്നേക്കണേ, ഖും ലസ്ത മിന്നാ. എന്താ ഈ പനി നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എഴുന്നേക്ക്, നീ എന്നിൽപ്പെട്ടവനല്ല. പരീക്ഷണങ്ങൾ വരണം മുഅ്മിനായാൽ, രോഗങ്ങൾ വരണം. ഒരു മുള്ളു കാലിൽ കൊണ്ടാൽ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിന്, ആ പാപങ്ങൾ കഴുകിക്കളയുന്നതിന് സബബാണ് അല്ലാഹു ആ രോഗം കൊടുത്തത്. മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു സഹോദരിമാരെ. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്തെന്നറിയോ? തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ ശുശ്രൂഷിക്കണം, ഭർത്താവിനെ പരിചരിക്കണം, ഭർത്താവിനെ പരിഗണിക്കണം, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണമെന്ന ചിന്തയാണ്. ഒരിക്കൽ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടാണ് ആ സഹാബി വീട്ടിൽ വന്നത്. വീട്ടിലേക്ക് വന്ന് ചോദിക്കുന്നു പ്രിയപ്പെട്ടവളോട്, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന്. ആ പ്രിയപ്പെട്ട ഭാര്യ ഓടി അടുക്കളയിൽ ചെന്ന് വെള്ളമെടുക്കാൻ തിരിച്ചു വന്നപ്പോഴേ ഭർത്താവ് ക്ഷീണം വന്ന് ഉറങ്ങിപ്പോയി. വീടിന്റെ ഉമ്മറത്ത് കിടന്ന് ഭർത്താവ് ഉറങ്ങുകയാണ്. ആ സന്ദർഭത്തില് ഭാര്യ വെള്ളപാത്രവും പിടിച്ചുകൊണ്ട് ഭർത്താവിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഒരു വേള അവള് ചിന്തിച്ചു, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഉണർത്തിയിട്ട് വെള്ളം കൊടുക്കണോ, അതല്ല എന്റെ ഭർത്താവിന് ഉണരുന്നത് വരെ ഞാൻ വെള്ളപാത്രവും കൊണ്ട് ഇവിടെ നിൽക്കണോ? അവസാന ആ പ്രിയപ്പെട്ട ഭാര്യ എന്താ ചെയ്തതെന്നറിയോ? ഒരു പോള കണ്ണടച്ചില്ല, ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വെള്ളപാത്രവുമായി നിൽക്കുകയാണ്. നേരം ഒരുപാട് കഴിഞ്ഞു പോകുന്നു. സഹോദരങ്ങളെ, തഹജ്ജുദിന്റെ ബാങ്ക് കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത് ഭർത്താവ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പാത്രം പിടിച്ചുകൊണ്ട് ഭാര്യ ഉറങ്ങാതെ അടുത്ത് നിൽപ്പുണ്ട്. നീ ഉറങ്ങിയില്ലേ പെണ്ണെ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. നിങ്ങൾ വെള്ളം ചോദിച്ചാൽ തരാൻ വേണ്ടി ഞാൻ കാത്തു നിന്നതാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു, മദീനയിൽ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ വേറെ കിട്ടൂല. ഭർത്താവിനോട് ഇത്രയും സ്നേഹമുള്ള ഒരു പെണ്ണിനെ വേറെ കിട്ടൂല. സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോടുള്ള കടമ സമ്പൂർണമായി പാലിച്ച പെണ്ണാണ്. ആ പെണ്ണിനോട് ഭർത്താവ് പറഞ്ഞതെന്തെന്നറിയോ? നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരുമെടി, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. ഇത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വേറെ ദുനിയാവിൽ ഉണ്ടാവൂല. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ ബാധ്യത ഞാൻ നിറവേറ്റിയതല്ലേ. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു, പറ്റൂല, നീ എന്തെങ്കിലും ചോദിക്ക്, എനിക്ക് തരണം, തന്നേ പറ്റൂ.
എന്റെ ആഗ്രഹമാണ്. എന്തെങ്കിലും ചോദിക്കേ. ഭാര്യ പറഞ്ഞു വേണ്ട, ഭർത്താവ് പറഞ്ഞു പറ്റൂല. എന്തെങ്കിലും ചോദിച്ചേ പറ്റുള്ളൂ. അവസാനം നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. ചോദിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഞാൻ ചോദിച്ചാ നിങ്ങൾ വാക്കുമാറുവോ? ഇല്ല. എന്നാ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വേറെ ഇല്ലല്ലോ, അതുകൊണ്ട് നീ ചോദിച്ചോ, എന്താ നിനക്ക് വേണ്ടത്? എന്നാൽ എന്നെ 3 ത്വലാഖ് ചൊല്ലി എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുവോ? എന്നെ ഒന്ന് ഒഴിവാക്കി തരുവോ? ആ സമയം ഭർത്താവ് അത്ഭുതപ്പെട്ടു പോയി, സ്തബ്ധനായി. എന്തായി പറയുന്നത്? ലോകത്ത് ഇത്രയും സ്നേഹിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണില്ല. നേരം പുലരുന്നത് വരെ വെള്ളപ്പാത്രവും പിടിച്ചു നിന്ന് നീ എന്നോട് ചോദിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, ഞാൻ നിർബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, ഞാൻ വേണ്ട എന്ന് പറഞ്ഞതല്ലേ? അവസാനം എന്റെ ആഗ്രഹം പറഞ്ഞപ്പോ നിങ്ങൾ വാക്കുമാറുവാണോ? മുനാഫിക്കിന്റെ ലക്ഷണം കാണിക്കരുത് പ്രിയപ്പെട്ടവനെ, എനിക്ക് ത്വലാഖ് വേണം. അവസാനം ഭാര്യയും ഭർത്താവും വാഗ്വാദത്തിലായി. റസൂലുള്ള തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. മദീനയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ്. രണ്ടുപേരും നടന്ന് മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോൾ ഭർത്താവ് പെട്ടെന്ന് മറിഞ്ഞു വീണു. ഭാര്യ ഓടിച്ചെന്ന് വാരിക്കോരിയെടുത്തു. എന്നിട്ട് ഭർത്താവിനോട് പറയുന്നു, നമുക്ക് പോകാം വീട്ടിലേക്ക്. ത്വലാഖ് വേണ്ടേ? വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭർത്താവ് ചോദിച്ചു, പെണ്ണെ എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിന്നെ ഒട്ടും. എന്താ നീ പറയുന്നത്? ഒരിക്കലും നീ എന്നെ ജീവിതത്തിൽ ഇത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന വേറെ പെണ്ണില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞപ്പോ ത്വലാഖല്ലേ നീ ആവശ്യപ്പെട്ടത്? അതെ. അപ്പൊ ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോയി ഓരോ രാത്രിയിലും അവിടത്തെ സദസ്സ് കേട്ടിട്ട് നിങ്ങൾ എന്നോട് വന്ന് പറയൂലേ? അങ്ങനെ ഒരു ദിവസം വന്ന് പറഞ്ഞതെന്താണ്? അള്ളാഹു ആരോടെങ്കിലും ഇഷ്ടം കാണിച്ചാൽ അവന് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന്, രോഗങ്ങൾ കൊടുക്കുമെന്ന്. ഞാൻ എത്ര കൊല്ലമായി നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുന്നു, ഒരു പനിയോ ജലദോഷമോ നിങ്ങൾക്ക് വന്നോ മനുഷ്യ? നിങ്ങൾക്ക് അള്ളാഹുവിന് നിങ്ങളോട് ഒരു സ്നേഹം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കിട്ടിയ ഒരു അവസരത്തില് നിങ്ങൾ എനിക്ക് വേണ്ട എന്ന് ഞാൻ വെച്ചത്. ആ സമയത്ത് ഭർത്താവ് ചോദിക്കുന്നു, പിന്നെന്തുകൊണ്ടാ ഞാൻ വീണപ്പോൾ നമുക്കിനി തിരിച്ചു പോകാമെന്നും ത്വലാഖ് വേണ്ടെന്നും പറഞ്ഞത്? നിങ്ങൾ കല്ലിൽ തട്ടി ഒന്നും മറിഞ്ഞു വീണപ്പോൾ അള്ളാഹു ഒരു ചെറിയ പരീക്ഷണം നിങ്ങൾക്ക് തന്നില്ലേ? ആ പരീക്ഷണം നിങ്ങൾക്ക് വന്നപ്പോ എനിക്ക് ബോധ്യമായി, ചെറിയ രീതിയിൽ നിങ്ങളോട് അള്ളാഹുവിന് സ്നേഹം തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് എനിക്കിനി നിങ്ങളോടൊത്തുള്ള ജീവിതം മതിയെന്ന് പറഞ്ഞത്. സഹോദരിമാരെ, ഒരു ചെറിയ പരീക്ഷണം നമുക്ക് അള്ളാഹു തന്നാൽ എഴുതി വെച്ചോ മനസ്സില്, അള്ളാഹു നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ്.